കിമർത്ഥം ബ്രാഹ്മണേ ദാനം കിമർത്ഥം നടനർത്തകേ കിമർത്ഥം ചൈവ ഭൃത്യേഷു കിമർത്ഥം ചൈവ രാജസു. ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത് എന്തുദ്ദേശം കൊണ്ടാണ്, എന്തുദ്ദേശിച്ചിട്ടാണ്? നടന്മാർക്കും നർത്തകന്മാർക്കും ദാനം ചെയ്യുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഭൃത്യജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? അതുപോലെ രാജകന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? ചോദ്യം വളരെ പെട്ടെന്ന് ഉത്തരം അദ്ദേഹം പറഞ്ഞു, ധർമാർത്ഥം ബ്രാഹ്മണേ ദാനം. ധർമ്മ ആചരണത്തിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത്. നടന്മാർക്കും നർത്തകന്മാർക്കും ദാനം ചെയ്യുന്നത് യശോർത്ഥം നടനർത്തകെ, യശസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ മറ്റ് നാടുകളിൽ ചെന്ന് ഇന്ന ആൾ എനിക്ക് കൂടുതൽ കാശ് തന്നു എന്ന കാര്യം പറയും, അതുകൊണ്ട് യശസ് വർദ്ധിക്കും. ഭൃത്യേഷു ഭരണാർത്ഥം വഴി, ഭൃത്യന്മാർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് അവരെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ നമ്മുടെ ചൊൽപ്പടയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഭയാർത്ഥം ചൈവ രാജസു, രാജാവിന് നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുന്നത് ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞു. കൃത്യം എങ്ങനെയാണ് ഒരു പുരുഷൻ മരിച്ചവരായി തീരുന്നത്, എങ്ങനെയാണ് രാഷ്ട്രം മരിച്ചതായിട്ട് തീരുന്നത്, എങ്ങനെയാണ് ഒരു ശ്രാദ്ധം മരിച്ച ശ്രാദ്ധം, അതായത് ശ്രാദ്ധത്തിന്റെ ഫലമില്ലാത്ത അവസ്ഥ, മരിച്ചതിന് തുല്യമായിട്ട് ജീവനില്ലാത്തത് എന്നർത്ഥം, എങ്ങനെയാണ് ഒരു യജ്ഞം മൃതമായി തീരുന്നത്, മരിച്ചതായി തീരുന്നത്? ഉത്തരവും യുക്തിസഹമാണ്, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൃതോ ദരിദ്ര പുരുഷ, ദാരിദ്ര്യമാണ് ഒരു പുരുഷന്റെ മരണം. അരാജകത്വമാണ്, രാജാവില്ലാത്ത അവസ്ഥയാണ് രാഷ്ട്രത്തിന്റെ മരണം. മൃതം അശ്രോത്രിയം ശ്രാദ്ധം, ശ്രാദ്ധം മരണപ്പെടുന്നത് അതിൽ ശ്രോത്രിയൻ വേദജ്ഞനായ ഒരാളിനെ പങ്കെടുപ്പിക്കാതെ നടക്കുന്ന ശ്രാദ്ധമാണ് മൃതമായിരിക്കുന്നത്, മരിച്ചതായിരിക്കുന്നത്. മൃതോ യജ്ഞസ്തു അദക്ഷിണ, ദക്ഷിണ ചെയ്യാത്ത ഋതുക്കൾക്ക് പുരോഹിതന് ദക്ഷിണ ചെയ്യാത്ത നടത്തുന്ന യജ്ഞമാണ് മരിച്ച യജ്ഞം. ഇങ്ങനെ